ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. എല്ലാവർക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം. ത്രിഭുവനവും ഉലയെ മുഹുരൊന്നലറിയിടിനാൽ തീവ്രനാദം കേട്ട് വാനരസംഘവും കരുതുവിനിതൊരു നിനതമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിത് പവനസുതൻ അതിനു നഹി സംശയം മാനസേ പാർത്തു കാൺകൊച്ച കേട്ടാൽ അറിയാമതും. കപിനിവഹമിതി ബഹുവിധം പറയും വിധൗ കാണായിത് അദ്രിശിരസിവാദാത്മജം കപിനിവഹ വീരരെ കണ്ടിതു സീതയെ കാകുൽസ്തവീരൻ അനുഗ്രഹത്താലഹം. നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിത് വിബുധകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമമ്മാറു കണ്ടു പറഞ്ഞിത്. ഛടിതി ദശരഥസുതനൊടിക്കഥ ചൊല്ലുവൻ ജാമ്പവാദാദികളെ നടന്നീടുവിൻ. കഴിഞ്ഞ ദിവസം രാമായണ വിചാരത്തിൽ നാം കണ്ടത് ലങ്കയിൽ നിന്ന് തിരികെ പുറപ്പെടുന്ന ഹനുമാനെയാണ്. ഹനുമാൻ ലങ്ക മുഴുവനും അഗ്നിക്ക് ഇരയാക്കുകയും പിന്നീട് സീതാദേവിയെ ചെന്ന് വീണ്ടും ദർശിച്ച് സമുദ്ര ലംഘനത്തിന് ഒരുങ്ങുന്നതുമാണ് കണ്ടത്. അങ്ങനെ ലങ്കയെ മുഴുവനും അഗ്നിക്കിരയാക്കി ഈ കടൽ കടന്ന് ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് ഇറങ്ങുന്നു. തീവ്രനാദത്തോടെയാണ്, വലിയൊരു ഹുങ്കാര ശബ്ദത്തോടു കൂടിയാണ് ഹനുമാൻ തിരികെ എത്തുന്നത്. അതാ യാത്രയുടെ എല്ലാ ആവേശവും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഉത്സാഹവും നമുക്ക് ആ വരികളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്നതാണ്. ആവേശകരമായ വലിയൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഹനുമാൻ ഈ സമുദ്രതരണം ചെയ്ത് മറുകര എത്തുന്നത്. ഹനുമാൻ്റെ ശബ്ദം, അദ്രിമകുടത്തിൽ ഹനുമാൻ വന്നിറങ്ങിയതും ആ ഹനുമാൻ്റെ ശബ്ദവും വാനര സൈന്യം കേൾക്കുകയും അവരുറപ്പിക്കുകയും ചെയ്തു, തീർച്ചയായും ഇത് ഹനുമാൻ തന്നെയാണ്. കാരണം ആ ശബ്ദം അവർക്ക് തിരിച്ചറിയാവുന്നതാണ്. ആ ശബ്ദത്തിലെ ഔത്സുക്യവും അവർക്ക് മനസ്സിലായിരിക്കുന്നു. ദൗത്യം വിജയിച്ചു വരുന്ന ഹനുമാനെ അവരും കാത്തിരിക്കുകയായിരുന്നല്ലോ. ഏവരും ഓടിക്കൂടി ഹനുമാന് ചുറ്റും. ഹനുമാൻ ഒന്നേ ആദ്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ, കണ്ടു സീതയെ. അതാണ് ഹനുമാൻ പറയുന്നത്. സീതയെ കണ്ടു. അതിനു പോലും ഒരു താമസം വരുത്താതെ, അങ്ങനെ പറയുമ്പോൾ സീത എന്ന് പറയുന്ന വാക്ക് ആദ്യം പറയുമ്പോൾ കണ്ടു എന്ന അടുത്ത പദം കേൾക്കാൻ കാത്തിരിക്കേണ്ടി വരുമല്ലോ. അത്ര പോലും സമയം കളയരുത് എന്നോർത്ത് പെട്ടെന്ന് തന്നെ തനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണം. അറിയാനുള്ളവർക്ക് അറിയേണ്ട കാര്യം എത്രയും വേഗത്തിൽ തന്നെ അറിയുകയും വേണം. അതിനാൽ സീതയെ കണ്ടു എന്ന് പറയുന്നതിന് പകരം കണ്ടു സീതയെ
എന്നാണ് ഹനുമാൻ പറയുന്നത്. അവർ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന വാർത്തയും അതുതന്നെയാണ് അല്ലോ. ഏവരും ആനന്ദത്തിമിർപ്പിലായി. വാനര സൈന്യത്തിന് മുഴുവനും സ്വന്തം ജീവിതത്തെ വളരെ ആവേശകരമായി തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. നാം കണ്ടതാണ്, ഒരു വേള ഹതാശയരായി കടൽ തീരത്ത് തങ്ങളെ തന്നെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കിടക്കുന്നതായ വാനരന്മാരെ. ആ വാനരന്മാരിലേക്കാണ് വളരെ ശുഭപ്രതീക്ഷയുടേതായ ഹനുമാൻ്റെ തിരിച്ചുവരവ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അത്യാനന്ദത്തിലായി, ഏവരും ഉത്സാഹത്തിമിർപ്പിലായി. അവർക്കിനി കാത്ത് നിൽക്കാൻ സമയമില്ല, പാഴാക്കാൻ സമയമില്ല. ഉടൻ തന്നെ വാർത്ത സുഗ്രീവൻ്റെ സവിധത്തിൽ എത്തിക്കണം. 2 മാസക്കാലം ആണ് സുഗ്രീവൻ സീതയെ കണ്ടെത്തുന്നതിന് വേണ്ടി തങ്ങൾക്ക് അനുവദിച്ചിരുന്നത്. ആ 2 മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഒടുവിൽ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എത്രയും ആഹ്ലാദത്തോടുകൂടി, എത്രയും സന്തോഷത്തോടുകൂടി തന്നെ അവർ സുഗ്രീവ സവിധത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഏറെക്കാലത്തെ കാത്തിരിപ്പിൻ്റെ, ഏറെക്കാലത്തെ പ്രയത്നത്തിൻ്റെ, ഏറെക്കാലത്തെ ആശാഭംഗത്തിൻ്റെ വിശപ്പും ദാഹവും എല്ലാം അവരിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യാത്രാമധ്യത്തിൽ അവർ ആദ്യം എത്തിയത് സുഗ്രീവൻ്റെ തന്നെ ഉദ്യാനമായ മധുവനത്തിലേക്കാണ്. അവർ മധുവനത്തിൽ കടന്ന് കിട്ടാവുന്ന ഫലമൂലാദികളെല്ലാം തന്നെ ഭക്ഷിച്ചു. എല്ലാം അവർക്ക് വേണ്ടുവോളം ഭക്ഷിക്കുകയും അങ്ങനെ അവരാ മധുവനത്തെ അപ്രകാരം ഉപയോഗിച്ചപ്പോൾ മധുവനത്തിൻ്റെ കാവൽക്കാരന് ഏറെ ദേഷ്യം തോന്നി. അദ്ദേഹം ഈ വാനരന്മാരെ തുരത്തുന്നതിന് വേണ്ടി കിങ്കരന്മാരെ അയച്ചു. പക്ഷേ വാനരന്മാർ അവരെ തുരത്തി ഓടിക്കുകയാണ്. തിരിച്ച് തുരത്തി ഓടിക്കുകയും മധുവനത്തിൽ യഥേഷ്ടം തങ്ങളുടെ വിശപ്പും ദാഹവും അടക്കുകയാണ് ചെയ്തത്. ഈ വാർത്ത നേരെ സുഗ്രീവ സവിധത്തിലും എത്തുന്നുണ്ട്. പക്ഷെ സുഗ്രീവനെ സംബന്ധിച്ചിടത്തോളം ആ മധുവനത്തിൽ വാനരന്മാർ കയറിയതൊന്നും വലിയ പ്രശ്നമായി തോന്നുന്നില്ല. കാരണം ഇവിടെ അതിലും വലിയ ഒരു കാര്യം, അതിലും വലിയ ഒരു ലക്ഷ്യം നിറവേറ്റിയിട്ടാണ് തൻ്റെ വാനര സൈന്യം തിരിച്ചു വരുന്നത്. അതിൽ കൃതാർത്ഥതയുണ്ട് സുഗ്രീവന്. അതുകൊണ്ട് സുഗ്രീവൻ ശുഭപ്രതീക്ഷയുടെ കവാടം തുറന്നിട്ടുകൊണ്ടാണ് ഹനുമാനെയും വാനര സംഘത്തെയും സ്വീകരിക്കാൻ ഇരിക്കുന്നത് തന്നെ. അങ്ങനെ ഹനുമാൻ ആ സുഗ്രീവ സവിധത്തിലേക്ക് ചെല്ലുകയാണ്. അതിനു മുമ്പ് നാം കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. ഹനുമാൻ ലങ്കയിൽ ചെന്നതിന് ശേഷം അവിടെ നടത്തിയ വീരശൂര പരാക്രമങ്ങളെക്കുറിച്ചെല്ലാം വാനരന്മാരോട് അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, എപ്രകാരമാണ് രാക്ഷസർ തൻ്റെ വാലിൽ തുണി ചുറ്റി അഗ്നി കൊളുത്തിയത് എന്നും എങ്ങനെയാണ് ലങ്കാനഗരിയെ മുഴുവനും താൻ തൻ്റെ ആ വാലിലെ അഗ്നി കൊണ്ട് എരിയിച്ചു കളഞ്ഞത് എന്നുമെല്ലാം പറഞ്ഞപ്പോൾ ആ വാനരന്മാർ ഹനുമാൻ്റെ വാലിനെ ആലിംഗനം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആലിംഗനം ചെയ്യുക മാത്രമല്ല അവർ ചെയ്യുന്നത്, ചിലരെല്ലാം ആ വാലിനെ ചുംബിക്കുന്നു പോലും ഉണ്ട്. ഹനുമാൻ്റെ വാല് പോലും അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ശ്രേഷ്ഠമായി തോന്നുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഉത്സാഹത്തിമിർപ്പിലാണ്. ഇത്രയേറെ ഉത്സാഹത്തോടു കൂടി അവരേവരും കൂടി സുഗ്രീവ സവിധത്തിൽ എത്തിച്ചേരുന്നു. സുഗ്രീവൻ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി അവരെ കാത്തിരിക്കുന്നു, അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അവിടെ വച്ചാണ് ഹനുമാൻ കാണുന്നത് സുഗ്രീവനോടൊപ്പം ലക്ഷ്മണനോട് ഒപ്പം സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവിടെ ഇരിക്കുന്നു. ഹനുമാൻ രാമചന്ദ്രനെ കണ്ട് വേഗം വണങ്ങി. ഹനുമാൻ പറഞ്ഞു, ഏറെ ദൈന്യമാണ് സീതയുടെ സ്ഥിതി. ലങ്കയിൽ ദീനാവസ്ഥയിലാണ് സീത.
അങ്ങയെ കാണാതെ അങ്ങയിൽ നിന്ന് പിരിഞ്ഞ് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് സീത. നമുക്ക് ആ സീതയെ വീണ്ടെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, തൻ്റെ ദൗത്യം വിജയിച്ചതിൻ്റെ ലക്ഷണമായിട്ട് സീതയിൽ നിന്ന് ലഭിച്ച ചൂടാരത്നവും ആ അടയാളവാക്യവും ഹനുമാൻ ശ്രീരാമന് കൈമാറുകയും ചെയ്യുന്നു. ശ്രീരാമൻ അത്യന്ത കൃതാർത്ഥനായിത്തീരുന്നു. ഇത്രയും പൂർണ്ണതയുള്ള ഒരു ദൂതനെ നമുക്ക് മറ്റെവിടെ നിന്നാണ് ലഭിക്കുക? ഒരു കർത്തവ്യം ഏൽപ്പിച്ചു വിടുമ്പോൾ ആ കർത്തവ്യത്തെ അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കുകയും അത് മടങ്ങി തിരിച്ച് എത്തി എപ്രകാരമാണോ അതിൻ്റെ സാക്ഷാത്കാരം നടന്നത് എന്ന് ഒട്ടും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ദൂതൻ്റെ മഹത് കർമ്മത്തെ നന്നായി ശ്രീരാമദേവൻ അഭിനന്ദിക്കുന്നുണ്ട്. ഇനി അടുത്ത കാര്യം, എപ്രകാരമാണ് നമുക്ക് ലങ്കയിലേക്ക് കടന്ന് എത്താൻ പറ്റുക എന്നുള്ളതാണ്. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം സൂര്യന് നേരെ എടുത്തു ചാടിയ 500 യോജന ഉയരത്തിലേക്ക് എടുത്തു ചാടിയ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തെ ലംഘനം ചെയ്യുക എന്നുള്ളത്, മഹേന്ദ്രപർവ്വതത്തിൽ നിന്ന് ത്രികൂടപർവ്വതത്തിലേക്ക് ഒരു ചാട്ടം ചാടുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സുഗ്രീവനും വാനര സൈന്യവും ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ലങ്കയിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ലങ്കാധിപനോട് ഏറ്റുമുട്ടാൻ കഴിയുകയും സീതയെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അത് എപ്രകാരം സാധ്യമാകും? അതായി അവരുടെ കൂടിയ ആലോചന. ഹനുമാൻ പറഞ്ഞു, അങ്ങയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ദുഷ്കരമായ കാര്യമല്ല, സുസാധ്യമാണ്. നമുക്ക് ലങ്കയെ ഒന്നുകിൽ അങ്ങയുടെ അസ്ത്രം കൊണ്ട് ബന്ധിക്കാം. തെറ്റിട്ടവിടെ. നമുക്ക് ഒന്നുകിൽ സാഗരത്തെ അങ്ങയുടെ അസ്ത്രം കൊണ്ട് ബന്ധിക്കാം, അല്ല എങ്കിൽ നമുക്ക് ഈ സമുദ്രത്തിന് കുറുകെ ഒരു ചിറകെട്ടി അണകെട്ടി നമുക്ക് ലങ്കയിലേക്ക് എത്തിച്ചേരാം. അതുകൊണ്ട് ഈ നിർദ്ദേശം ഏവരും സ്വീകരിക്കുകയും അവരെല്ലാവരും തന്നെ സമുദ്രതീരത്തേക്ക്, കടൽ തീരത്തേക്ക് യാത്ര ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അവരങ്ങനെ കടൽ തീരത്ത് എത്തിച്ചേരുന്നു. സമുദ്രത്തിൻ്റെ കടൽ തീരത്ത് ഉത്തരഭാഗത്ത് അവരെത്തിച്ചേർന്ന് ഏത് പ്രകാരത്തിലാണ് ലങ്ക കടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്നു. ശ്രീരാമചന്ദ്രൻ എല്ലാ വാനരന്മാരെയും പേരെടുത്ത് തന്നെ വിളിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ കർമ്മങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. രാമായണത്തിലെ മാനേജ്മെൻറ്റ് എത്ര കാര്യക്ഷമമാണ് എന്നുള്ളത് നമുക്ക് ഈ ഭാഗം വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഓരോ വ്യക്തിയും അവരവരുടെ കർമ്മങ്ങൾ ഏത് പ്രകാരം പൂർത്തീകരിക്കണം എന്നും അതിൽ നിന്ന് എന്ത് ഫലങ്ങളാണ് സൃഷ്ടിക്കേണ്ടത് എന്നും വളരെ വ്യക്തമായി തന്നെ കർമ്മത്തെ അല്ലെങ്കിൽ ജോലിയെ കൃത്യമായി വിഭജിച്ച് ഓരോ വ്യക്തിക്കും ഏൽപ്പിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ്റെ ഒരു മാനേജ്മെൻറ്റ് വൈഭവം, കാര്യശേഷി നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുന്നതാണ്. അങ്ങനെ ഏവർക്കും ഓരോരോ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്ത് അവരതിനു വേണ്ടി ഒരുങ്ങി സമുദ്രതീരത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ ഇതേ സമയം ലങ്ക ആകെ ആശങ്കാകുലമാണ്. രാവണൻ്റെ ചെവിട്ടിൽ അനുനിമിഷം വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ ബുദ്ധിമുട്ടായിരിക്കുന്നു കാര്യങ്ങൾ. താൻ വിചാരിച്ചതുപോലെയല്ല. ചില കർമ്മങ്ങൾ അങ്ങനെയാണല്ലോ, നാം ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ആ കർമ്മങ്ങളുടെ ഗതി. അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയേത് എന്ന് പറയുമല്ലോ. ഒരുപക്ഷെ
നമുക്ക് കൃത്യമായ കണക്ക് കൂട്ടലുകൾ ഉണ്ടാകാം. ഇത്തരത്തിലായിരിക്കാം ഒരു കർമ്മത്തിൻ്റെ ഗതി എന്ന് നാം കരുതാം. പക്ഷേ എല്ലായ്പ്പോഴും കർമ്മഗതി നമ്മുടെ കൈകളിൽ ഒതുങ്ങി നിൽക്കണം എന്നില്ല. ഈ നിയതിക്ക് ഒരു നിശ്ചയമുണ്ട്. ആ നിശ്ചയപ്രകാരം തന്നെ ആയിരിക്കും കർമ്മഗതി. അത് ധർമ്മത്തിലൂടെ ആയാലും അധർമ്മത്തിലൂടെ ആയാലും. ഇതാണ് ലങ്കയിൽ സംഭവിക്കുന്നത്. ലങ്ക രാവണൻ എന്ന ആ രാജാധിപൻ്റെ അധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ചതുകൊണ്ട് തന്നെ ഇതാ ഈ ചെറിയ ഒരു കാലയളവിന് ഉള്ളിൽ തന്നെ ഒരുപാട് വേദനകളെ, ഒരുപാട് പൊള്ളലുകളെ ഏറ്റുവാങ്ങേണ്ടതായി വന്നു ലങ്കയ്ക്ക്. അങ്ങനെ ആ ലങ്കയിലിരുന്നു കൊണ്ട് തൻ്റെ മന്ത്രനികേതനത്തിലേക്ക് എല്ലാ മന്ത്രിപ്രമുഖരെയും രാവണൻ വിളിച്ചു വരുത്തി. അപമാനമായിരിക്കുന്നു. കേവലം ഒരു വാനരനാൽ ലങ്ക ചുട്ടുപൊള്ളിയിരിക്കുന്നു. ഇതിന് എങ്ങനെ പ്രതിക്രിയ ചെയ്യും? ഇതിന് എപ്രകാരമാണ് നാം ഇനി മുന്നോട്ട് പോകേണ്ടത്? അതിനെക്കുറിച്ചുള്ള കൂടിയ ആലോചനകൾ അവരവിടെ നടത്തുന്ന കാഴ്ച വീണ്ടും നാം കാണുന്നു. മാത്രമല്ല, രാവണന് വ്യക്തമായ നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. ഇതാ ലങ്കയിലേക്ക് വരാനൊരുങ്ങിക്കൊണ്ട് ശ്രീരാമ, ലക്ഷ്മണ, സുഗ്രീവ, വാനരാദികൾ എല്ലാവരും തന്നെ സമുദ്രത്തിൻ്റെ ഉത്തരദിക്കിൽ അവർ താവളമടിച്ചിരിക്കുന്നു. അവരൊരു പക്ഷേ എത്രയും വേഗം ഈ സമുദ്രം കടന്ന് ലങ്കയിലേക്ക് എത്തുന്നതാണ് എന്നും ലങ്കയിലെത്തിയാൽ യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വരും എന്നും രാവണന് ബോധ്യം വരുന്നു. അതുകൊണ്ട് അവർ അത്തരം ഒരു ചർച്ചയിൽ ഏർപ്പെടുന്നതാണ് നാം കാണുന്നത്. ഏവർക്കും നമസ്കാരം.